ഹായ് ഡിയേഴ്സ്, ഇന്നലത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് ചെന്നൈ FC മാച്ച് ഒന്നും പറയാനില്ല. ഹൈ പ്രസിംഗ് ഗെയിം, ഫുൾ എന്തൂസിയാസം, പിച്ചിൽ എല്ലാവരും വെൽ പ്ലാൻഡ് ആയിട്ടാണ് ഓരോരുത്തരും മാർക്കിങ്ങും പ്രസ് ചെയ്തു ബോൾ വിന്നിങ് എബിലിറ്റി എല്ലാം വളരെ ആക്യുറേറ്റ് ആയിരുന്നു. ആ ഹെഡും 2-3 ചാൻസൊക്കെ പുറത്തു പോയത് ആണ്, അല്ലെങ്കിൽ ഗോൾ സ്കോറിങ് ഇതിൽ കൂടുതൽ കേരളത്തിന് ഉണ്ടായേനെ. എന്തായാലും അടിപൊളി പ്രസിങ്, 4-2-3-1 ഫോർമേഷനിൽ ഇറങ്ങിയെങ്കിലും അടിപൊളി പ്രസിങ് ഗെയിമായിരുന്നു. ഗഗൻ സ്റ്റൈൽ ജർമ്മനി ഒക്കെ കളിക്കുന്നത് പോലുള്ള ഫാസ്റ്റ് പ്രസ്സിങ്ങും ഗ്രൂപ്പ് പ്രസ്സിങ്ങും ഒക്കെ നല്ല പ്ലാൻഡായിട്ട് തന്നെ അവർ ഒന്നോ രണ്ടോ ചാൻസ് കളഞ്ഞുവെങ്കിലും അതിനേക്കാൾ കൂടുതൽ ചാൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫാസ്റ്റ് ഗെയിം, അവസാന നിമിഷത്തിൽ നമ്മുടെ ഡിഫൻഡേഴ്സൊന്നും അധികം എനർജി ലൂസ് ഔട്ട് ചെയ്യാത്ത രീതിയിലായിരുന്നു കളിച്ചിരുന്നത്. മാക്സിമം നോവായ്ക്കും ഇവർക്ക് സന്ദീപിന് ബോൾ എടുത്താൽ ഓവർലാപ്പ് ചെയ്യുക, ഹാഫ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ക്രോസ് ചെയ്യുക. അതായിരുന്നു ഇന്നലത്തെ ഗെയിം പ്ലാൻ. ലെഫ്റ്റിൽ സദുയി കയറി സൈഡ് ലൈൻ വരെ വരിക. ഇന്നലത്തെ പ്ലാൻ വെരി ക്ലിയർ ആയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആ പ്ലാൻ കറക്റ്റായിട്ട് 100% ഇംപ്ലിമെൻറ്റ് ചെയ്തു എന്നുള്ളതാണ് സത്യം. 2-3 ഫിനിഷിങ്, ഹെഡറുമൊക്കെ യേസൂസിൻ്റെ ഹെഡറും ഒക്കെ പുറത്തു പോയില്ലായിരുന്നെങ്കിൽ ഗോള് ഇതിലേക്കാളും കൂടുതൽ കയറിയേനെ. ഓഫ് കോഴ്സ് അവർക്ക് 2 ഓപ്പർച്യൂണിറ്റി കിട്ടിയിരുന്നു, പക്ഷേ അത് കൗണ്ടർ അറ്റാക്കിൽ നിന്ന് കിട്ടിയ ഓപ്പർച്യൂണിറ്റീസ് ആയിരുന്നു. 2v1 ആയിരുന്നു, ഒന്ന് 1v1 ആയിരുന്നു. അപ്പോൾ എന്തൊക്കെ തന്നെയായാലും ഹൈ പ്രസിങ്, നല്ല നല്ല മാച്ചായിരുന്നു. വണ്ടർഫുൾ. ഇതിന് മുമ്പുള്ള മാച്ചിൽ ബ്ലാസ്റ്റേഴ്സേ അല്ലായിരുന്നു ഇന്നലത്തെ കളിയിൽ. ഇങ്ങനത്തെ കളി കളിക്കുകയാണെങ്കിൽ വി ക്യാൻ വിൻ ദ അപ്കമിങ് മാച്ചസ്. ഓൾ ദ ബെസ്റ്റ് ബ്ലാസ്റ്റേഴ്സ്. ബൈ ബൈ.